സിഗ്മ ഓഫ് എ എന്ന് പറയുന്നത് സിയിൽ ക്ലോസ്ഡ് ആണെന്നാണ് കാണിക്കേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാകെ ഇത്രയേ പറയുന്നുള്ളൂ. ഈ ഒരു 2 ലൈനും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നേ പറയുന്നുള്ളൂ. എന്താ ഈ പ്രോപ്പർട്ടി എന്നറിയോ? എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ബിയും ഇൻവേർട്ടിബിളാണ്. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടെങ്കിൽ റെഗുലർ പോയിൻറ്റ്സുകളൊക്കെ ഓപ്പൺ ആയിരിക്കും. അതിൽ നിന്ന് സിഗ്മ ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും എന്ന് കിട്ടും. അതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇവിടെ റെഗുലർ പോയിൻ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. എന്താ റെഗുലർ പോയിൻ്റ് എന്നറിയോ? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് നമ്മൾ റെഗുലർ പോയിൻ്റ് എന്ന് പറയും. അങ്ങനെ അല്ലാത്തതിനെ നമ്മൾ സ്പെക്ട്രം പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ റെഗുലർ പോയിൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് സ്പെക്ട്രം പോയിൻ്റ് എന്ന് പറയുന്നത്. കണ്ടീഷൻ എന്ന് പറയുന്നത് എ മൈനസ് ലാംഡ ഐൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ബൗണ്ടഡ് ചെയ്യുകയും ചെയ്യാം. എ എന്ന് പറയുന്നത് ബൗണ്ടറി ഓപ്പറേറ്ററാണ്. ലാംഡകളൊക്കെ ഇവിടുന്ന കോംപ്ലക്സ് നമ്പറിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പറുള്ള ഈ ലാംഡ, കോംപ്ലക്സ് നമ്പറിൽ നിന്ന് എടുക്കുന്ന ഈ ലാംഡ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ബൗണ്ടഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് റെഗുലർ പോയിൻ്റ് ആയിരിക്കും. അങ്ങനെ അല്ലാത്ത കോംപ്ലക്സ് നമ്പറിലെ ടേമുകൾ എന്തായിരിക്കും? സ്പെക്ട്രം പോയിൻ്റ് ആയിരിക്കും. നമുക്ക് കാണിക്കേണ്ടത് സിഗ്മ ഓഫ് എ അഥവാ ഈ സ്പെക്ട്രം പോയിൻ്റ് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കേണ്ടത്. സ്പെക്ട്രം പോയിൻ്റ് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ അതിൻ്റെ കോംപ്ലിമെൻ്റ് ഓപ്പൺ ആണെന്ന് കാണിച്ചാൽ പോരെ. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇതിലില്ലാത്ത ആൾക്കാർ അതെവിടെ ഉണ്ടാവും? റെഗുലർ പോയിൻറ്റ്സിലുണ്ടാവും. അപ്പോൾ നമ്മുടെ റോ ഓഫ് എ ഓപ്പൺ ആണെന്ന് കാണിച്ചാൽ മതി അല്ലേ. സിഗ്മ ഓഫ് എ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കുന്നതിന് പകരം അതിൻ്റെ കോംപ്ലിമെൻ്റ് ഓപ്പൺ ആണെന്ന് കാണിച്ചാൽ മതി. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് റെഗുലർ പോയിൻ്റ്. റെഗുലർ പോയിൻ്റ് ഓപ്പൺ ആണെന്ന് കാണിച്ചാൽ മതി. ഓപ്പൺ എന്ന് പറയുമ്പോൾ എന്താ? അതിലുള്ള പോയിൻറ്റ്സുകൾ ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കണം അല്ലേ. റോ ഓഫ് എയിലുള്ള പോയിൻറ്റുകൾ ഇൻറ്റീരിയർ പോയിൻ്റ് ആയാൽ മതി. ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആ പോയിൻറ്റിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന നൈബർഹുഡ് ഈ റോ ഓഫ് എയിൽ തന്നെ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലുള്ളൊരു പോയിൻ്റ് നമ്മൾ ആൽഫ എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ആൽഫ എന്ന് പറയുന്ന പോയിൻ്റ് എവിടെ തന്നെ ഉണ്ടാവണം? നമ്മുടെ ഈ റോ ഓഫ് എ എന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ പോയിൻറ്റിൽ തന്നെ ഉണ്ടാവണം. നമുക്കറിയാം റെഗുലർ പോയിന്റിൽ എന്താ? എ മൈനസ് ലാംഡായിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ബൗണ്ടഡ് ചെയ്യുകയും ചെയ്യില്ലേ. അപ്പോൾ നമുക്ക് എ മൈനസ് ലാംഡായി ഇൻവേർട്ടിബിൾ ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ നേരെ ഇതിലേക്ക് അങ്ങ് കൊടുക്കുക. ഇതിൽ എക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാൻ പറ്റും? എ മൈനസ് ലാംഡായി എന്ന് കൊടുക്കാൻ പറ്റും. കാരണം എന്താ? ഈ കണ്ടീഷനിൽ നമ്മൾ എന്താ പറയുന്നത്? എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഈ ഒരു കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബി ഇൻവേർട്ടിബിൾ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻവേർട്ടിബിൾ ആയിട്ട് നമുക്കിവിടെ അറിയാവുന്ന ആൾക്കാരെന്താ? എ മൈനസ് ലാംഡായി. അപ്പോൾ നമുക്ക് എക്ക് പകരം എ മൈനസ് ലാംഡായി എന്ന് കൊടുക്കാം. ബിക്ക് പകരം എ മൈനസ് ആൽഫ ഐ എന്നും കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എ മൈനസ് ലാംഡായി മൈനസ് എ മൈനസ് ആൽഫ എന്ന് വന്നു അല്ലേ. ഇതാണ് എ എന്ന് പറയുന്നത്. ഇതിൽ ഈ ടേമാണ് ബി എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? എയും ക്യാൻസൽ ആവും. ഐനെ കോമൺ ആക്കി എടുക്കും. ഏത് ടേമിനോട് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ടേം തന്നെ വരും. അപ്പോൾ നമുക്ക് ഇത് ഈക്വൽ ടു ഇതെന്ന് കിട്ടി. നമുക്ക് എന്താ കിട്ടേണ്ടത്? നമ്മളെന്താ പഠിച്ചത്? നോം എ മൈനസ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 നോം എ ഇൻവേഴ്സ് ആണെങ്കിലാണ് ബി ഇൻവേർട്ടിബിൾ ആവുക. അപ്പോൾ നോം എ മൈനസ് ബിനെ ലെസ് ദാൻ 1 നോം എ ഇൻവേഴ്സ് എന്ന് വരാം അല്ലേ. ഇവിടെ എക്ക് പകരം എന്താ? എ മൈനസ് ലാംഡ ആയി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ലെസ് ദാൻ, ഈ ടേം ലെസ് ദാൻ 1 നോം എ മൈനസ് ലാംഡ ഇൻവേഴ്സ് എന്ന് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഈ ടേം ലെസ് ദാൻ 1 നോം എ ഇൻവേഴ്സ് ലാംഡ ആണെന്ന് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ ടേം ലെസ് ദാൻ 1 നോം എ മൈനസ് ലാംഡ ഇൻവേഴ്സ് എന്ന് വരും. അപ്പോൾ ഈ നമ്മളെടുത്ത ഈ ഒരു സംഭവം പോലെ ആയില്ലേ. നോം എ മൈനസ് ബി ലെസ് ദാൻ 1 നോം എ ഇൻവേഴ്സ് തന്നെ ആയില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വന്നു. അതിനർത്ഥം എന്താ? എ മൈനസ് ലാംഡ ഇൻവേർട്ടിബിൾ ആണെന്ന് കിട്ടി. എ മൈനസ് ആൽഫ ഇൻവേർട്ടിബിൾ ആണെന്ന് കിട്ടി. എ മൈനസ് ആൽഫ ഇൻവേർട്ടിബിൾ എന്ന് പറയുമ്പോൾ അതെവിടെ വന്നു? നമ്മളൊരു ആൽഫ എന്ന് പറഞ്ഞ പോയിൻ്റ് എടുക്കുന്നു. അത് നമ്മുടെ റോ ഫെയിൽ എന്ന് വന്നു. ആ റോ ഫെയിൽ എന്ന് പറയുമ്പോൾ ആ പോയിൻറ്റുകളൊക്കെ എന്തായി? ഇൻറ്റീരിയർ പോയിൻ്റായി. ഇൻറ്റീരിയർ പോയിൻ്റ് ആയത് ഓപ്പണായി. ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണെന്ന് അർത്ഥം. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? സിഗ്മ ഓഫ് എ ക്ലോസ്ഡ് ആണെന്ന് കിട്ടി.